ആത്മീയ ചൈതന്യവും ചരിത്രപരമായ ഐക്യവും ഒത്തുചേർന്ന മുണ്ടക്കയത്തെ 46ാമത് സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു. ഫെബ്രുവരി 1-ാം തീയതി ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങൾ 8 ദിവസം നീണ്ടുനിന്നു. തിരുനാൾ ദിനത്തിൽ 3 റീത്തിലെ വൈദികരും ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ലത്തീൻ പള്ളിയിൽ മലങ്കര കുർബാനയും, മലങ്കര പള്ളിയിൽ സീറോ മലബാർ കുർബാനയും, സീറോ മലബാർ പള്ളിയിൽ ലത്തീൻ കുർബാനയുമാണ് അർപ്പിച്ചതെന്ന് വൈദികൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുണ്ടക്കയം ദേശത്തിൻ്റെ വലിയൊരു ആഘോഷമാണ്. ഇത് 46 വർഷമായിട്ട് ഈ ദേശം സംയുക്ത തിരുനാൾ നമ്മൾ കത്തോലിക്ക സഭയിൽ ഭാരതത്തിലുള്ള 3 റീത്തുകളിലും പെട്ട ലത്തീൻ റീത്തിലും, സീറോ മലബാർ റീത്തിലും, സീറോ മലങ്കര റീത്തിലും പെട്ട 3 ദേവാലയങ്ങൾ ഒന്നു ചേർന്ന് ആഘോഷമായി തിരുനാൾ നടത്തുകയാണ് മുണ്ടക്കയത്ത്. 46ാം വർഷവും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ ദേശം ഈ ആഘോഷം കൊണ്ടാടുമ്പോൾ ഈ 3 ദേവാലയങ്ങളിലെയും വികാരിയച്ചന്മാരും അവിടുത്തെ കൊച്ചച്ചന്മാരും കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഒന്നു ചേർന്ന് ഇതിനുവേണ്ടി ഏറെ നാളുകൾ ഒത്തു ചേർന്ന് തീരുമാനങ്ങളെടുത്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ച് നടത്തുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ആഘോഷം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുകയാണ് ഇവിടെ. 1996 പൗരോഹിത്യം സ്വീകരിച്ച ഒരു വൈദികനാണ് ഞാൻ ആലുവ സെമിനാരിലാണ് പഠിച്ചത്. ആ വർഷം വരെയും സെമിനാരി വിദ്യാർത്ഥികൾ ഒന്നിച്ച് ആണ് അവിടെ ഒരുങ്ങിയിരുന്നത്. സീറോ മലബാർ റീത്തിലെയും സീറോ മലങ്കര റീത്തിലെയും ലത്തീൻ റീത്തിലെയും ബ്രദേഴ്സ് ഒന്നിച്ച് പഠിച്ച് അവിടെ നിന്ന് പട്ടം സ്വീകരിച്ച് പോകുന്ന ഒരനുഭവം. ഞങ്ങളുടെ ഈ 3 പള്ളികളിൽ സീറോ മലങ്കര റീത്തിലുള്ള മത്തായിയച്ചൻ എൻ്റെ സീനിയറായിട്ട് അവിടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അന്ന് മുതലേ ഉള്ള വലിയൊരു സ്നേഹം അതിവിടെ ഈ കൂട്ടായ ആഘോഷമാക്കി മാറ്റുമ്പോൾ അത് വലിയൊരു ആനന്ദമായി മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് തിരുനാളുകൾ ആഘോഷിച്ചിട്ടുണ്ട്. പല ഇടവകളിൽ വികാരിയായി ഇരുന്നിട്ടുണ്ട് ഞാൻ. എങ്കിലും ഈ വർഷം ഈ തിരുനാൾ സംയുക്ത തിരുനാളിൽ 3 റീത്തിലും പെട്ട വൈദികർ ഒന്നിച്ച് നിന്ന് പരസ്പരം ഓരോ റീത്തിലും പെട്ട കുർബാനകൾ മറ്റൊരു ദേവാലയത്തിൽ ഒന്നിച്ച് നിന്ന് അർപ്പിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇന്ന് ഈ ദേവാലയത്തിൽ സെൻറ്റ് മേരീസ് ദേവാലയത്തിലാണ് മുണ്ടക്കയത്തിൽ ഞാൻ വികാരിയായിരിക്കുക. ഇവിടെ ഇന്ന് അർപ്പിക്കപ്പെടുന്ന കുർബാന ലത്തീൻ റീത്തിലല്ല, സീറോ മലങ്കര റീത്തിലാണ്. അവിടെ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മലങ്കര റീത്തിലെ വികാരിയച്ചൻ. അതിനോട് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ല ആഘോഷിക്കുന്നത് ഞങ്ങൾ മറ്റ് 2 റീത്തിലും പെട്ട വൈദികർ, അവിടുത്തെ കൊച്ചച്ചന്മാരും വലിയച്ചന്മാരും വിശ്വാസികളെല്ലാവരും ഒന്നിച്ച് ഇന്ന് ഈ ദേവാലയത്തിൽ വരികയാണ്. ഇതുപോലെ 3 ദേവാലയത്തിലും, ഒരു ദേവാലയത്തിൽ മറ്റൊരു റീത്തിലെ കുർബാന 3 റീത്തിലെയും വൈദികരും വിശ്വാസികളും ഒന്നിച്ച് അർപ്പിക്കുകയും ആ ദിവസം മറ്റ് 2 ദേവാലയങ്ങളിലും ശുശ്രൂഷകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ദേവാലയത്തിലും ചേരുന്ന ഈ ഒരു ആഘോഷം അത് വലിയ ആനന്ദമാണ്. പ്രത്യേകിച്ച് ഈ നാട് മുഴുവൻ ഇത് ഉൾക്കൊള്ളുകയാണ്. ഇന്ന് ലോകം പരസ്പരം ഭിന്നിപ്പിച്ച് അധികാരം കൈയാളാൻ പരിശ്രമിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. ഭിന്നിച്ച് ഭരിക്കുന്നത് ചരിത്രത്തിൽ എന്നുമുള്ള സംഭവമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിലും ഒക്കെ ഈ ഭിന്നതകൾ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. എങ്കിലും ഇതിനെല്ലാം ഒരു വെല്ലുവിളിയാണ് ഇന്ന് ഭാരതത്തിലുള്ള കത്തോലിക്ക സഭയിലെ 3 റീത്തുകളും ഒന്നിച്ചു ചേർന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് ആരംഭം കുറിച്ച കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മുണ്ടക്കയം ദേശം 46 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ ഉണർവ് പ്രാപിച്ച ഒരു ദേശമാണ്, സ്നേഹത്തിൽ ഒന്നിച്ചു വളരുന്നൊരു ദേശമാണ് എന്നെടുത്തു പറയാൻ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം അന്ന് ഇവിടെ ആയിരുന്ന ഈ 3 ദേവാലയത്തിലെയും വൈദികർ ഒന്നിച്ച് ഈ ദേശത്ത് പ്രവർത്തിക്കുകയും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അല്ലെങ്കിൽ റീത്തുകളോ ഒന്നും നോക്കാതെ അവർ വചനം പ്രഘോഷിച്ചു, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഇതുപോലുള്ള 46 വർഷം നീണ്ടുനിന്ന ഈ ആഘോഷം, സംയുക്ത തിരുനാൾ. ഈ 3 ദേവാലയങ്ങൾ, നമ്മൾ സെൻറ്റ് ജോസഫ്സ് മലങ്കര കത്തോലിക്ക ദേവാലയവും
സെൻറ്റ് മേരീസ് ഈ ദേവാലയവും അതുപോലെ തന്നെ നമ്മുടെ സീറോ മലബാർ റീത്തിലുള്ള ദേവാലയവും പരിശുദ്ധ വ്യാകുലമാത ഫൊറോന പള്ളിയും ചേർന്ന് നടത്തുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളി, സെന്റ് ജോസഫ് പള്ളി, പരിശുദ്ധ വ്യാകുലമാത ഫൊറോന പള്ളി എന്നീ 3 കത്തോലിക്ക ദേവാലയങ്ങൾ ഒത്തൊരുമിച്ചാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒരാഴ്ചക്കാലം ഈ 3 ഇടവകകളുടെയും ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ ആത്മീയ ശുശ്രൂഷകൾ നടന്നു. തിരുനാളിന്റെ 8ാം ദിനമായ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രശസ്ത ധ്യാനഗുരു മോൺസ്റ്റനൂർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് വൈകുന്നേരം 5:30 മുണ്ടക്കയം നഗരവീഥികളിലൂടെ ചരിത്രപ്രസിദ്ധമായ സംയുക്ത തിരുനാൾ പ്രദക്ഷിണം നടത്തപ്പെട്ടു. 3 ഇടവകകളിലെയും വൈദികരും വിശ്വാസികളും ഒരേ മനസ്സോടെ അണിനിരന്ന പ്രദക്ഷിണം നാടിന്റെ ഐക്യത്തിന്റെ സാക്ഷ്യമായി മാറി. രാത്രി 7:30 പ്രദക്ഷിണം അതത് പള്ളികളിൽ തിരിച്ചെത്തി. തുടർന്ന് ഓരോ ദേവാലയങ്ങളിലും വിവിധ കലാപരിപാടികൾ നടന്നു. ഈ സംയുക്ത തിരുനാൾ ആരംഭിച്ചിട്ട് 46 വർഷം പിന്നിടുന്നു. മുണ്ടക്കയം സെൻറ്റ് മേരീസ് ദേവാലയം, മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന ദേവാലയം, മുണ്ടക്കയം സെയിൻറ്റ് ജോസഫ് മലങ്കര ദേവാലയം എന്നിങ്ങനെ 3 വിവിധ റീത്തുകളിലെ ദേവാലയങ്ങൾ സംയുക്തമായിട്ട് നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു തിരുനാൾ ആഘോഷമാണ് മുണ്ടക്കയത്തിൻ്റേത്. ഇത് ഈ നാടിൻ്റെ തന്നെ ഒരു മഹോത്സവമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ, നാനാജാതി മതസ്ഥരടക്കം ഈ തിരുനാളിലും തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന വിപുലമായ പ്രദക്ഷിണത്തിലും ഏറ്റവും സമുചിതമായി ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്നുള്ളത് ഈ തിരുനാളിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അതുപോലെ തന്നെ ഈ തിരുനാളിന് കൊടിയേറുമ്പോൾ തന്നെ ഈ മണിമലയാറിൻ്റെ അക്കരക്കരയിലുള്ള ജനങ്ങൾ ഒന്നടങ്കം വിവിധ ജാതി മതസ്ഥർ ഈ കൊടിയേറുമ്പോൾ തന്നെ മാതാവിൻ്റെ നാമം വിളിക്കുന്ന ഒരു ചിത്രം, ഒരു കാഴ്ച ഞങ്ങൾ വിവിധ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഞങ്ങളുടെ ഈ തിരുനാളിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടവക സമൂഹവും മറ്റ് ക്രൈസ്തവ സമൂഹവും ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് ഈ തിരുനാൾ ഏറ്റവും ഭംഗിയാക്കുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിക്കാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഗുഡ് ന്യൂസ് TV ഒരു പ്രാവശ്യം ഈ ഞങ്ങളുടെ ഈ ദേവാലയവും ഇതിൻ്റെ തിരുനാളിൻ്റെയും പശ്ചാത്തലം വളരെ വിപുലമായി ചിത്രീകരിക്കുകയുണ്ടായി. അതിനു മുൻപ് ഞങ്ങളുടെ ദേവാലയം പണിതിട്ട് 100 വർഷം പിന്നിട്ടപ്പോഴേക്കും ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് വേണ്ടി ഗുഡ് ന്യൂസ് TV ചെയ്തിരുന്നു. അതൊക്കെ ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ഈ തിരുനാളിൽ ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു പ്രത്യേകത, നമുക്ക് പിന്നിലുള്ള ഈ കാണുന്ന മാതാവിൻ്റെ രൂപം വയ്ക്കാൻ പോകുന്ന ഈ നിശ്ചല ഫ്ലോട്ട് തന്നെയാണ്. 34 വർഷമായിട്ട് ഈ ഇടവകയിലെ ഒരു പറ്റം യുവാക്കൾ ഉൾപ്പെടുന്ന ഒരു പറ്റം ഇടവക സമൂഹമാണ് ഈ ഒരു ഫ്ലോട്ട് തയ്യാറാക്കുന്നത്. ഇതിൽ എല്ലാ വർഷവും നമ്മൾ വിവിധങ്ങളായ തീമുകളാണ് നമ്മൾ എടുക്കാറ്. ഏറ്റവും സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു സന്ദേശവും കൂടി ഈ തീമിനുണ്ട്. ഓരോ വർഷവും ഞങ്ങൾ വിവിധ പശ്ചാത്തലങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്നോടൊപ്പം ഈ കൂടെയുള്ള എല്ലാവരും, എൻ്റെ പിന്നിലുള്ളവർ, ഇതിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നതാണ്. ഇതിൽ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ മുഖ്യ ശില്പികൾ ഷിജു പി കോശി, റോബിൻസൺ, ലൗജി, ജോജോ തോണിപ്പാറ, ജോബി, ജോസഫ്, അലക്സ് എന്നിവരാണ്. ഇവരുടെയും അതോടൊപ്പം തന്നെ ആന്റണി സേവ്യർ കല്ലറക്കൽ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവരുടെ അധ്വാനം ഏകദേശം 3 ദിവസത്തോളം ഇവർ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാഹനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ശ്രീ സജി ചേലാട്ടാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ പ്രതിഫലേച്ഛ കൂടാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ തിരുനാളിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് തിരുനാളിൻ്റെ സംയുക്ത പ്രദക്ഷിണമാണ്. ഈ 3 റീത്തിലും പെട്ട ദേവാലയങ്ങളിലെ മുഴുവൻ ഇടവക ജനങ്ങളും ഈ പ്രദക്ഷിണത്തോടൊപ്പം ചേരാറുണ്ട്. പ്രദക്ഷിണം അതാത് പള്ളികളിൽ നിന്ന് ആരംഭിക്കും. ഏറ്റവും ആദ്യം കാണുന്നത് ഇടുക്കി ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മുണ്ടക്കയം ഫൊറോന ദേവാലയത്തിൽ നിന്നാണ്. പ്രദക്ഷിണം അവിടെ നിന്ന് ആരംഭിച്ച് മുണ്ടക്കയം ടൗണിലെത്തുമ്പോഴേക്കും സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലെ പ്രദക്ഷിണവുമായി ചേരുകയും തുടർന്ന് മുൻപോട്ട് നീങ്ങി സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിലെ പ്രദക്ഷിണത്തോടൊപ്പം ചേർന്ന് സംയുക്തമായി പ്രദക്ഷിണം മുന്നോട്ട് നീങ്ങി പൈങ്ങനായിൽ അടുത്ത്
പെട്രോൾ പമ്പിൽ വെച്ച് പ്രദക്ഷിണം മടങ്ങി വന്ന് തിരിച്ച് വീണ്ടും ടൗണിനെ വലം വെച്ച് പുത്തൻചന്തയിൽ ചെല്ലുന്നതും അവിടെ ലതീഞ്ഞും പ്രസംഗവും കഴിഞ്ഞ് പുത്തൻചന്തയിൽ നിന്നും മടങ്ങിയെത്തി അതാത് പള്ളികളിൽ സമാപിക്കുന്നതുമാണ് ഈ പ്രദക്ഷിണത്തിൻ്റെ ഒരു രീതി. അതിൽ ഇതുപോലെ തന്നെ ടൗണിലുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാനാജാതി മതസ്ഥരുടെ ഒരു വലിയ സഹകരണം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. എല്ലാ കടകളും അലങ്കരിക്കാറുണ്ട്. എല്ലാവരും മാതാവിൻ്റെയും യൗസപിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും രൂപങ്ങൾ തങ്ങളുടെ കടകൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ച് തിരി കത്തിച്ച് മുട്ടിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു മനോഹര കാഴ്ചയും കൂടി ഈ തിരുനാളിനോടനുബന്ധിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ പെരുന്നാൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടി പത്തര മാറ്റോടുകൂടിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിന് ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ഡെന്നീസ് കണ്ണമാലിൻ്റെ എല്ലാ സഹകരണവും പിന്തുണയും ഞങ്ങൾക്കുണ്ട്. ഈ തിരുനാളിൻ്റെ ആദ്യ 4 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തനിയെ ചെയ്യുന്ന ഒരു പ്രദക്ഷിണമുണ്ട്. അത് കഴുന്നു പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. അത് ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരെ 35-ാം മൈലിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കഴുന്നു പ്രദക്ഷിണമുണ്ട്. അത് പള്ളിയിൽ സമാപിക്കുകയും അതിനുശേഷം ഒരു ഭക്തിഗാനമേള കൂടി നടത്തപ്പെടുകയുണ്ടായി ഈ വർഷം. ഇന്നത്തെ പ്രോഗ്രാമുകൾക്ക് ശേഷം ഒരു സ്നേഹവിരുന്നോടെ ഈ പരിപാടികൾ സമാപിക്കുന്നു. ഇതിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തിന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ തിരുനാളിൻ്റെ ഞങ്ങൾ പിന്തുടർന്നു വരുന്ന ഈ ആചാരങ്ങൾ ഈ പുതുതലമുറ, അതായത് എനിക്ക് അടുത്ത് നിൽക്കുന്ന ഈ മോനടക്കം ഉള്ള പുതുതലമുറയിലെ കുട്ടികൾ ഞങ്ങളോടൊപ്പം സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് KCYM യുവജന സമൂഹം ഇവരെല്ലാവരും ഇതിൽ സജീവ പങ്കാളിത്തമുണ്ട്. ഇതിൽ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ ഇവരെ കൂട്ടത്തിൽ നിർത്താറുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇവരുടെ ഒരു സാമീപ്യം, ഞങ്ങൾ പകർന്നു കൊടുക്കുന്നൊരു സന്ദേശം കൈമാറുക. ഞങ്ങൾ കൈമാറുന്ന ഈ അഗ്നിജ്വാല ഇവർ പകർന്ന് മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്.